നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ പാർവതി. പ്രധാന വാർത്തകൾ. ലോകപ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലിന് കലഞ്ഞൂർ വനമേഖലയിൽ ഉജ്ജ്വല സ്വീകരണം. വിദ്യാർത്ഥി സംഘടനത്തെ തുടർന്ന് 41 ദിവസത്തെ ജയിൽവാസത്തിനുശേഷം മടങ്ങിയെത്തിയ SFI നേതാവിന് അഞ്ചലിൽ സ്വീകരണം നൽകി. ദേശീയപാത പൊതുമരാമത്ത് റോഡുകളിൽ മിന്നൽ പരിശോധന. സച്ചാർ കമ്മിറ്റി ശുപാർശകൾ ഘട്ടം ഘട്ടമായി നടത്തുമെന്ന് കേന്ദ്ര തൊഴിൽ സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ്. വാർത്തകൾ വിശദമായി. ലോകപ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ ജില്ലയുടെ കിഴക്കൻ മലയോര മേഖല സന്ദർശിച്ചു. കലഞ്ഞൂർ പഞ്ചായത്തിലെ വനമേഖലയിൽ ഗാഡ്ഗിലിന് ഉജ്ജ്വല വരവേൽപ്പ്. പശ്ചിമഘട്ട സംരക്ഷണം സംബന്ധിച്ച് ആദ്യ റിപ്പോർട്ട് നൽകിയ മാധവ് ഗാഡ്ഗിൽ പാറഖനനത്തിനെതിരായി പ്രതിഷേധം നടക്കുന്ന കലഞ്ഞൂർ പഞ്ചായത്തിലെ മലനിരകൾ സന്ദർശിച്ചു. പാറഖനനം നടക്കുന്ന മേഖലകളിൽ ഗ്രാമസഭാ തീരുമാനങ്ങൾ അട്ടിമറിക്കപ്പെടുന്നതായി മാധവ് ഗാഡ്ഗിൽ പറഞ്ഞു. വിവിധ പാറമടകളും ക്രഷർ പ്രദേശങ്ങളും അദ്ദേഹം നേരിൽ സന്ദർശിച്ചു. തുടർന്ന് അതിരുങ്കലിൽ നടന്ന ജനകീയ സമരം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. തന്റെ റിപ്പോർട്ട് കർഷകർക്ക് എതിരല്ലെന്നും കർഷകർക്ക് എതിരാണെന്ന പ്രചാരണം രാഷ്ട്രീയ പാർട്ടികളുടെ സൃഷ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ ക്രഷർ വിരുദ്ധ സമരസമിതി ചെയർമാൻ CK ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. ഗാഡ്ഗിൽ കമ്മിറ്റി അംഗം ഡോക്ടർ VS വിജയൻ, ഡോക്ടർ NK ശശിധരൻപിള്ള, KM തോമസ്, S രാജീവൻ, സന്തോഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സമൃദ്ധി സോഷ്യൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ പുനലൂരിൽ ലോൺ മേള സംഘടിപ്പിച്ചു. പുനലൂർ മേഖലാ ഓഫീസിൽ 25 ലക്ഷം രൂപയുടെ ലോണാണ് കാനറ ബാങ്ക് അനുവദിച്ചത്. സമൃദ്ധി സോഷ്യൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ പുനലൂർ മേഖലയിലെ അംഗങ്ങൾക്കായി ലോൺ മേള സംഘടിപ്പിച്ചു. വനിതാ ഗ്രൂപ്പുകൾക്ക് തൊഴിൽ പരിശീലനം നൽകുകയും അതോടൊപ്പം ദേശസാൽകൃത ബാങ്കുകളിൽ നിന്നും വ്യവസായത്തിനായി ലോൺ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന സാമൂഹ്യ സംഘടനയാണ് സമൃദ്ധി. കഴിഞ്ഞ കുറേ വർഷങ്ങളായി കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിൽ സമൃദ്ധി തന്റേതായ സാന്നിധ്യം ഉറപ്പിച്ചിരുന്നു. എന്നാൽ പുനലൂരിലെ രൂപീകൃതമായ മേഖലാ ഓഫീസുമായി ചില സാമ്പത്തിക ക്രമക്കേടുകൾ നടക്കുകയും അത് കോടതിയുടെ പരിഗണനയിൽ വരികയും ചെയ്തിരുന്നു. തുടർന്ന് പുനലൂരിലെ പ്രവർത്തനം മന്ദഗതിയിലാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ലോൺ മേള സംഘടിപ്പിച്ചത്. പുനലൂർ മേഖലയിലെ ഗ്രൂപ്പുകൾക്ക് 25 ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. പുനലൂർ സ്നാനഘട്ടത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കാനറ ബാങ്ക് ചീഫ് മാനേജർ TS രാധാകൃഷ്ണൻ വായ്പാമേള ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾ കൂടുതൽ അധിവസിക്കുന്ന മലയോര ഗ്രാമങ്ങളെ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതിന് ഈ NGOs എന്ന് പറയുന്ന സംഘടനകൾക്ക് പ്രസക്തിയുള്ളത്. അത് അവരുടെ റോള് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രൂപ്പുകളെ നർച്ചർ ചെയ്യുക, സായിപ്പിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗ്രൂപ്പുകളെ വളർത്തിക്കൊണ്ടുവരിക. എന്താണ് ഗ്രൂപ്പ് കൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഗ്രൂപ്പായി കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന സാമ്പത്തികമായ നേട്ടം എന്താണ്? കാരണം തൊഴിലില്ലാത്ത ഒരു 10 പേര് ഒരു ഗ്രാമത്തിലുണ്ടെന്ന് വെക്കുക. അവർ തൊഴിൽ വേണം എങ്കിൽ അവർക്ക് അതിനായ പണം വേണം. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ എന്ന 3 ഘടകങ്ങളാണ് ഏതൊരു വ്യവസായ സംരംഭത്തിനും അടിസ്ഥാനമായിട്ടുള്ളത്. തൊഴിൽ സംരംഭകരായി തിരഞ്ഞെടുത്ത 15 ഗ്രൂപ്പുകൾക്കാണ് 25 ലക്ഷം രൂപ അനുവദിച്ചത്. സമൃദ്ധി സോഷ്യൽ ഫോറം സാമൂഹ്യ സാംസ്കാരിക ആതുര മേഖലയിലും സേവനം നടത്തുന്നതായി സംഘാടകർ അറിയിച്ചു. നിർധന രോഗികൾക്കും ക്യാൻസർ രോഗികൾക്കും സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. ചടങ്ങിൽ സംസ്ഥാന കോർഡിനേറ്റർ തോംസൺ ലോറൻസ്, അഡ്വക്കേറ്റ് സജിത് ലാൽ, ജയലക്ഷ്മി, ലേഖ സന്തോഷ്, ബിന്ദു, ഗംഗ, പ്രീത, ബിനു KS എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തെന്മല ഗ്രാമപഞ്ചായത്തിൽ ക്ഷേമ പെൻഷൻ അദാലത്ത് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ അദാലത്ത് ഉദ്ഘാടനം ചെയ്തു. തെന്മല ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്ഷേമ പെൻഷൻ അദാലത്ത് സംഘടിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് തെന്മല ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടി തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്യോഗസ്ഥരുടെ പിഴവ് മൂലമാണ് പെൻഷൻ കാര്യങ്ങളിൽ കാലതാമസം വരുന്നതെന്നും ഇതിന്റെ പഴി കേൾക്കേണ്ടി വരുന്നത് പൊതുപ്രവർത്തകരുമാണെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഡെപ്യൂട്ടേഷനിൽ വരുന്ന അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന ഉദ്യോഗസ്ഥന്മാരെയാണ് നമ്മൾ പെൻഷന്റെ
സ്കീമുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നത്. അതിൽ മുഖ്യമായും KIP ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വന്നിട്ടുള്ള ഉദ്യോഗസ്ഥരെയാണ് നമ്മൾ അതിന് ചുമതലപ്പെടുത്തിയിരുന്നത്. പക്ഷെ അവര് അതിനകത്ത് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ജനപ്രതികൾക്ക് തൃപ്തികരമല്ല, ജനങ്ങൾക്ക് തൃപ്തികരമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിന് യഥാർത്ഥ സമയത്തിൽ ഇതിനു വേണ്ടിയുള്ള ഓരോ പെൻഷനുകൾ അനുവദിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുള്ള ലിസ്റ്റ് പരിശോധിച്ച് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും പഞ്ചായത്ത് ഭരണസമിതി അംഗീകരിച്ച് ലിസ്റ്റ് കൊടുത്താൽ അത് കൃത്യമായി ഗവൺമെന്റിലേക്ക് അയക്കുവാനും അലോട്ട്മെന്റ് വാങ്ങുന്നതിന് എടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പലപ്പോഴും ഈ ഉദ്യോഗസ്ഥന്മാർ വരുത്തുന്ന കാലതാമസം അത് ജനപ്രതിനിധികളുടെ പേരിലാണ് അത്തരത്തിലുള്ള വിഷയങ്ങളിൽ ആരോപിക്കപ്പെടുന്നത്. അതിനൊരു പരിഹാരം ഉണ്ടാകണം എന്ന ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പഞ്ചായത്തിലുള്ള ഇപ്പോൾ പെൻഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും വിളിച്ചു വരുത്തി അവരെ അത് ആദ്യം ഒന്ന് വെരിഫൈ ചെയ്യുവാനും അനർഹരായിട്ടുള്ള ആളുകൾ അതിനകത്ത് കടന്നുകൂടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനം ഈ പഞ്ചായത്ത് ഭരണം സ്വീകരിച്ചിരുന്നു. പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാർക്കും നാളിതുവരെ പെൻഷൻ ലഭിച്ചിട്ടില്ലാത്തവർക്കും വിവിധ കാരണങ്ങളാൽ അപേക്ഷ നിരസിച്ചിട്ടുള്ളവർക്കും വേണ്ടിയാണ് അദാലത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപേക്ഷകർ റേഷൻ കാർഡ്, ആധാർ കാർഡ്, തിരിച്ചറിയൽ കാർഡ്, പെൻഷനുമായി ബന്ധപ്പെട്ട മറ്റ് രേഖകൾ എന്നിവ സഹിതം അദാലത്തിൽ പങ്കെടുക്കണം. 1, 16, 14, 15 എന്നീ വാർഡുകളുടെ അപേക്ഷകളാണ് ഇന്ന് സ്വീകരിച്ചിട്ടുള്ളത്. 2, 3, 4, 5 എന്നീ വാർഡുകൾക്ക് 12-ാം തീയതിയും 6, 7, 8, 9 എന്നീ വാർഡുകൾക്ക് 13-ാം തീയതിയും 10, 11, 12, 13 എന്നീ വാർഡുകളിലെ അപേക്ഷ 15-ാം തീയതിയുമാണ് സ്വീകരിക്കുന്നത്. ചടങ്ങിൽ തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജികുമാരി സുഗതൻ അധ്യക്ഷയായി. വാർഡ് മെമ്പർമാരായ YM സലീം, ഉഷാകുമാരി, സിന്ധു, ഡിൻഷ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. കലാലയ ജീവിതത്തിനൊടുവിൽ വ്യത്യസ്ത മേഖലയിൽ വഴിപിരിഞ്ഞവർ ഒത്തുകൂടിയ അപൂർവ സംഗമമായിരുന്നു ഇത്. പത്തനാപുരം മാലൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയ്ക്ക് രൂപം നൽകി. കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം സെന്റ് സ്റ്റീഫൻസ് കോർപ്പറേറ്റ് മാനേജർ റവറൻ ജോസഫ് റംബ്രാൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൂസി കുര്യൻ അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനത്തിന്റെ കോഓർഡിനേറ്റർ പ്രൊഫസർ പ്രസന്ന സ്വാഗതം ആശംസിച്ചു. ഡയറ സെക്രട്ടറി റവറൻ ഫാദർ KV പോൾ, റവറൻ ഫാദർ ബെഞ്ചമിൻ മത്തായി, പ്രൊഫസർ CP കൃഷ്ണപിള്ള, ഓഫീസ് സൂപ്രണ്ട് PC മാത്യു, സ്റ്റാഫ് സെക്രട്ടറി റോയി ജോൺ, യൂണിയൻ ചെയർമാൻ ഡാനിയൽ ബെഞ്ചമിൻ, ഡോക്ടർ വർഗീസ് P ഡാനിയൽ എന്നിവർ പ്രസംഗിച്ചു. പത്തനാപുരം മാലൂർ സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിഡന്റായി കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സൂസി കുര്യനെയും സെക്രട്ടറിയായി വിൻസെന്റ് ഡാനിയലിനെയും ട്രഷററായി ഡോക്ടർ അച്ചാമ്മ ജോണിനെയും തിരഞ്ഞെടുത്തു. മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് S വേണുഗോപാൽ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് സഞ്ജയ് ഖാൻ, ഡോക്ടർ ബിജു, MS പ്രദീപ് കുമാർ എന്നിവരാണ് മറ്റു ഭാരവാഹികൾ. കലാലയ ജീവിതത്തിൽ നിന്ന് വഴിപിരിഞ്ഞവർ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയത് ഗൃഹാതുരത്വം സൃഷ്ടിക്കുന്ന ഓർമ്മകളാണ് പകർന്നു നൽകിയത്. കോളേജ് ജീവിതത്തിന്റെ പഴയ ഓർമ്മകൾ ഇന്നിന്റെ കണക്ക് പുസ്തകത്തിൽ അവർ പരസ്പരം ഓർമ്മിച്ചെടുത്തു. കലാലയ ജീവിതം മുതൽ രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന CPM നേതാവും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ M മീരാപ്പിള്ളയും ഇപ്പോഴത്തെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് ബിജു K മാത്യുവും സഞ്ജയ് ഖാനും മുൻ ജില്ലാ പഞ്ചായത്ത് അംഗമായ അഡ്വക്കേറ്റ് S വേണുഗോപാലും കോൺഗ്രസ് നേതാവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന പുതുശ്ശേരി ഗോപാലകൃഷ്ണനുമെല്ലാം തങ്ങളുടെ കലാലയ ജീവിതത്തിന്റെ ഇൻകുലാബിന്റെ ഓർമ്മകൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ പങ്കുവച്ചു. പൂർവ്വ വിദ്യാർത്ഥിയും പത്തനംതിട്ട DYSPയുമായ ചന്ദ്രശേഖരനും കോളേജ് ജീവിതത്തിന്റെ ഒരുപാട് ഓർമ്മകൾ പങ്കുവയ്ക്കാനുണ്ടായിരുന്നു. വിദ്യാർത്ഥി സമൂഹത്തിനാകെ ആദരണീയനായ ഗുരുനാഥൻ പ്രൊഫസർ കൃഷ്ണപിള്ളയുടെ സാന്നിധ്യം ഏറെ ശ്രദ്ധേയമായി. ഇനിയും കൂടണം, ഇനിയും കാണണം എന്ന ആഗ്രഹത്തോടെയും പ്രഖ്യാപനത്തോടെയുമാണ് വിഭവസമൃദ്ധമായ സദ്യയും കഴിച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ യാത്രയായത്. പ്രദീപ് ഗുരുകുലം, ന്യൂസ് ബ്യൂറോ. ജയിൽ മോചിതനായ SFI നേതാവിന് അഞ്ചലിൽ സ്വീകരണം നൽകി. അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിലെ SFI ABVP സംഘടനത്തെ തുടർന്നാണ് യൂണിറ്റ് സെക്രട്ടറി അജാസ് 41 ദിവസം ജയിൽവാസം അനുഭവിച്ചത്. 41 ദിവസത്തെ ജയിൽവാസത്തിനുശേഷം ജയിൽ മോചിതനായി പുറത്തുവന്ന SFI നേതാവിന് അഞ്ചലിൽ സ്വീകരണം നൽകി. SFI അഞ്ചൽ സെന്റ് ജോൺസ് കോളേജ് യൂണിറ്റ് സെക്രട്ടറി അജാസിനാണ് SFI നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത്. അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷനിൽ നടന്ന സ്വീകരണ യോഗം CPM അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗം രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. SFI അഞ്ചൽ ഏരിയ പ്രസിഡന്റ് വിഷ്ണു അറക്കലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സ്വീകരണ സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി സഫ്തർ ഹഷ്മി സ്വാഗതം പറഞ്ഞു. സമ്മേളനത്തിൽ CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ S സൂരജ്, PS സുമൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്വീകരണ പരിപാടിയുടെ ഭാഗമായി SFI ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചലിൽ പ്രകടനം നടന്നു.
ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം മുക്കട ജംഗ്ഷൻ, ആറോ ജംഗ്ഷൻ വഴി മാർക്കറ്റ് ജംഗ്ഷനിൽ സമാപിച്ചു. അഞ്ചൽ സെന്റ് ജോൺസ് കോളേജിൽ SFI ABVP പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്നാണ് കോടതി അജാസിനെ റിമാൻഡ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. രശ്മി കൊലക്കേസുമായി ബന്ധപ്പെട്ട് സോളാർ തട്ടിപ്പിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണനും മാതാവ് രാജമ്മാളിനും ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി കുറ്റപത്രം സമർപ്പിച്ചു. കൊലപാതകം, സ്ത്രീപീഡനം ഉൾപ്പെടെ വിവിധ വകുപ്പുകളാണ് ചാർജ് ചെയ്തിരിക്കുന്നത്. ആദ്യ ഭാര്യ രശ്മി കൊല്ലപ്പെട്ട കേസിൽ സോളാർ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി ബിജു രാധാകൃഷ്ണനും മാതാവ് രാജമ്മാളിനും ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ചൊവ്വാഴ്ച കുറ്റപത്രം നൽകി. രശ്മിക്കു മദ്യം നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷം വലിച്ചിഴച്ചു കുളിമുറിയിലെത്തിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. കൊലപാതകം, സ്ത്രീപീഡനം, തെളിവ് നശിപ്പിക്കൽ എന്നിവയ്ക്കു പുറമെ മൂത്ത മകനെ മർദ്ദിച്ചതിനും ബിജുവിനെതിരെ കേസുണ്ട്. രശ്മിക്ക് മദ്യം നൽകുന്നതും വലിച്ചിഴയ്ക്കുന്നതും നോക്കിനിന്ന മൂത്തമകനെ ബിജു അടിക്കുകയും വഴക്കു പറയുകയും ചെയ്തിരുന്നു. കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ വിചാരണ ചെയ്യുന്ന പ്രത്യേക കോടതി എന്ന നിലയിലാണ് ഇതുകൂടി ജില്ലാ സെഷൻസ് കോടതി കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്ത്രീപീഡനം, തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിൽക്കൽ എന്നീ വകുപ്പുകളാണ് ബിജു രാധാകൃഷ്ണന്റെ മാതാവ് രാജമ്മാളിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ബിജുവിന്റെ കുളക്കടയിലെ വീട്ടിൽ 2006 ഫെബ്രുവരി 3 രാത്രിയാണ് രശ്മി കൊല്ലപ്പെട്ടത്. രശ്മി കുളിമുറിയിൽ കുഴഞ്ഞു വീണ് മരിച്ചെന്നാണ് ബിജുവും രാജമ്മാളും അയൽവാസികളോടും നാട്ടുകാരോടും പറഞ്ഞിരുന്നത്. സോളാർ തട്ടിപ്പ് കേസിൽ ജയിലിലുള്ള സരിതാ നായരെ വിവാഹം കഴിക്കാൻ രശ്മിയെ കൊലപ്പെടുത്തിയതാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരുന്നു. കേസിൽ 5 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കുര്യോട്ടുമല കുടിവെള്ള പദ്ധതി ഇഴഞ്ഞു നീങ്ങുന്നു. 2001 പദ്ധതിക്കായി 25 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിക്കുന്നത്. റോഡിനു വശങ്ങളിൽ പൈപ്പ് സ്ഥാപിക്കുന്നത് KSTP തടഞ്ഞതാണ് പദ്ധതി മുടങ്ങാൻ കാരണം. കുര്യോട്ടുമല കുടിവെള്ള പദ്ധതി അനന്തമായി നീളുന്നു. 2001 പദ്ധതി നിർവഹണത്തിനായി 25 ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിക്കുന്നത്. എന്നാൽ റോഡ് സൈഡിൽ കുഴിയെടുത്ത് പൈപ്പിടാൻ KSTP അനുവദിക്കാത്തതാണ് പദ്ധതി അനന്തമായി നീളാൻ കാരണം. പത്തനാപുരം, പിറവന്തൂർ പഞ്ചായത്തുകൾക്ക് പൂർണ്ണമായും കുടിവെള്ളമെത്തിക്കുന്ന പദ്ധതിയാണ് കുര്യോട്ടുമല കുടിവെള്ള പദ്ധതി. പുനലൂർ മൂവാറ്റുപുഴ പാതയിൽ മുക്കടവ് മുതൽ കല്ലുംകടവ് വരെയുള്ള ഭാഗത്തെ പൈപ്പിടൽ KSTP തടഞ്ഞതാണ് നിർമ്മാണം മുടങ്ങുവാൻ കാരണം. മുൻപ് റോഡിന് വശങ്ങളിൽ പൈപ്പിടുന്നതിന് ജല അതോറിറ്റി പണമടച്ചിരുന്നു. പിന്നീടാണ് KSTP റോഡ് ഏറ്റെടുത്തത്. നിലവിലെ റോഡിന്റെ വശങ്ങളിൽ പൈപ്പിട്ടാൽ റോഡ് വികസനം നടക്കുമ്പോൾ ഇളക്കി മാറ്റണം, അല്ലെങ്കിൽ വളവുകൾ നേരെയാക്കുമ്പോൾ പൈപ്പുകൾ റോഡിന്റെ മധ്യഭാഗത്തുകൂടെയാകും. ഇത് വീണ്ടും റോഡ് കുഴിക്കുന്നതിന് കാരണമാകും എന്ന വാദം നിരത്തിയാണ് KSTP പൈപ്പിടൽ തടഞ്ഞിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. സായി സമിതി ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ മാധ്യമ പ്രതിനിധികൾക്കായി പുട്ടപർത്തിയിൽ പഠനയാത്ര സംഘടിപ്പിക്കുന്നു. സായി ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി 16-നാണ് യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. സായി സമിതി ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തകർക്കായി പുട്ടപർത്തിയിലേക്ക് പഠന യാത്രാ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നതായി സത്യസായി സേവാ പ്രവർത്തകർ ചൊവ്വാഴ്ച വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ മുഴുവനും വരുന്ന മീഡിയ പേഴ്സൺസിനെയും കൂടെ അവിടത്തേക്കൊരു യാത്ര നടത്തണമെന്നുള്ളതാണ് ഉദ്ദേശം. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും അവിടെ പോകാനും സായി സമിതിയുടെ ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ സ്റ്റേറ്റിലുള്ള എല്ലാ ആൾക്കാരെയും അവിടെ കൊണ്ടുപോകാനാണ്. അതിന് ഉദ്ദേശിച്ചിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ജാനുവരി 16 മുതൽ 19 വരെയുള്ള ദിവസമാണ്. ആരൊക്കെ അതിന് വരാൻ തയ്യാറുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെലവിൽ തന്നെ അവരെ അവിടെ കൊണ്ടുപോകുന്നതാണ് 4 ദിവസത്തെ പ്രോഗ്രാം. പുട്ടപർത്തിയിലെ പ്രവർത്തനങ്ങളെപ്പറ്റി ജനങ്ങളിൽ അവബോധം വരുത്താനാണ് യാത്രാ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. സത്യസായി ബാബയുടെ 88ാം ജയന്തി നവംബർ 23 ആചരിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ജനുവരി 16 യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത്. സത്യസായി സംഘം പുനലൂരിൽ 20 വർഷമായി പ്രവർത്തിച്ചു വരുന്നു. ഈ കാലയളവിൽ കുരിയോട്ടുമലയിൽ കിണർ നിർമ്മിച്ചു കൊടുക്കുകയും 22 കുടുംബങ്ങളെ ദത്തെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അശോക് ബി വിക്രമൻ, അഡ്വക്കേറ്റ് AC വിജയകുമാർ, ഹരികൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. NH PWD റോഡുകളിൽ വിജിലൻസ് സംഘത്തിന്റെ മിന്നൽ പരിശോധനയിൽ മണ്ഡലകാലത്തോടനുബന്ധിച്ച് നടത്തിയ അറ്റകുറ്റപ്പണികളിൽ വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തി.
മണ്ഡലകാലത്തെ റോഡ് അറ്റകുറ്റപ്പണികളിൽ അപാകതയെന്ന് വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി. ദേശീയപാത 744 നടത്തിയ രഹസ്യ പരിശോധനയിലാണ് അപാകത കണ്ടെത്തിയത്. വിശദമായ അന്വേഷണത്തിന് അനുവാദം തേടി റിപ്പോർട്ട് നൽകുമെന്നാണ് വിവരം. വിജിലൻസ് ഡിവൈഎസ്പി റെക്സ് ബോബി ആർവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. ഗട്ടറുകൾ നികത്താതെ ടാർ ഉരുക്കിയൊഴിച്ച് കുഴികൾ അടച്ചതായി കണ്ടെത്തി. ദേശീയപാതയ്ക്ക് പുറമെ PWD റോഡുകളിലും പരിശോധന നടത്താനാണ് വിജിലൻസിന്റെ തീരുമാനം. 44 റീച്ചുകളിലായി പൊതുമരാമത്ത് റോഡുകളിൽ അറ്റകുറ്റപ്പണികൾ നടന്നുവരികയാണ്. മണ്ഡലകാലത്തോടനുബന്ധിച്ച് ജില്ലയിൽ 10 കോടി രൂപയുടെ അറ്റകുറ്റപ്പണികളാണ് നടക്കുന്നത്. ദേശീയപാത 744, പൊതുമരാമത്ത് റോഡുകൾ എന്നിവിടങ്ങളിലാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. ദേശീയപാതയിലെ അറ്റകുറ്റപ്പണികൾക്ക് 1.07 കോടിയും PWD റോഡിന് 9 കോടി രൂപയും സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. കറുത്ത സ്വർണത്തിന് വില കുതിച്ചുയരുന്നു. മുൻവർഷത്തെക്കാൾ 499 രൂപയുടെ റെക്കോർഡ് വിലയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുരുമുളകിന് വില കുതിച്ചുയരുന്നു. കിലോയ്ക്ക് 499 രൂപയാണ് തിങ്കളാഴ്ചത്തെ വില. ഞായറാഴ്ച ദിവസം വരെ 479 രൂപയായിരുന്നു. ഉത്തരേന്ത്യയിൽ കുരുമുളകിന്റെ ഉപയോഗം വർദ്ധിച്ചതാണ് വില കൂടാൻ കാരണം. അതേസമയം വില ഉയർന്നെങ്കിലും സ്റ്റോക്ക് ഇല്ലാത്തതിനാൽ നേട്ടം വ്യാപാരികൾക്കോ കർഷകർക്കോ ലഭിക്കുന്നില്ല. കനത്ത മഴയെ തുടർന്ന് ഉൽപാദനം കുറഞ്ഞതും വിലവർദ്ധനവിന് കാരണമായി. ഈ മാസം ആദ്യവാരം 435 രൂപയായിരുന്നു വില. കുരുമുളകിന് റെക്കോർഡ് വില ലഭിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. കയറ്റുമതിയിലും ഗണ്യമായ വർധനയുണ്ട്. സ്റ്റോക്കിന്റെ കുറവ് കയറ്റുമതിയെയും പ്രതികൂലമായി ബാധിച്ചു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ഒറ്റക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓഡിറ്റോറിയവും മൂത്രപ്പുരയും നിർമ്മിക്കാൻ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചു. 15 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം SC സഞ്ജയ് ഖാനാണ് ഈ കാര്യം അറിയിച്ചത്. ഒറ്റക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓഡിറ്റോറിയവും മൂത്രപ്പുരയും നിർമ്മിക്കാൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ചതായി കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് SC സഞ്ജയ് ഖാൻ പറഞ്ഞു. പാഠ്യേതര വിഷയങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടുന്നതിനും അവർക്ക് അതിലുള്ള കലാ മത്സരങ്ങളിൽ ഒക്കെ വിജയികളാകുന്നതിന് പരിശീലനം നടത്തുന്നതിനും മറ്റ് കലാമത്സരങ്ങൾ നടത്തുന്നതിനുമൊക്കെ ആവശ്യത്തിന് ജില്ലാ പഞ്ചായത്ത് ഒറ്റക്കൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓഡിറ്റോറിയം നിർമ്മിക്കുന്നതിന് 15 ലക്ഷം രൂപയും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ മൂത്രപ്പുര നിർമ്മിക്കുന്നതിന് 4 ലക്ഷം രൂപയും ഉൾപ്പെടെ 19 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ ടെൻഡർ നടപടികൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ നടക്കുന്നതും. ഓഡിറ്റോറിയത്തിന് 15 ലക്ഷം രൂപയും മൂത്രപ്പുരയ്ക്ക് 4 ലക്ഷം രൂപ വീതവുമാണ് അനുവദിച്ചിരിക്കുന്നത്. പഠനത്തോടൊപ്പം കുട്ടികളുടെ കലാപരമായ കഴിവുകൾ തെളിയിക്കുന്നതിനും വേദിയാകും ഓഡിറ്റോറിയം പോലുള്ള വികസനം കൊണ്ട് വരുന്നതിലൂടെ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ സ്കൂളിൽ തെൽമല ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ച മൂത്രപ്പുര അടച്ചിട്ടിരിക്കുകയാണ്. സമരങ്ങൾ നടക്കുന്ന സമയത്ത് കുട്ടികൾ മൂത്രപ്പുര അടിച്ചു തകർക്കുകയും തുടർന്ന് മെയിന്റനൻസ് പൂർത്തിയാക്കിയ മൂത്രപ്പുര കുട്ടികൾക്ക് തുറന്നു നൽകാൻ തയ്യാറായിട്ടുമില്ല. നിലവിൽ കുട്ടികൾ മൂത്രപ്പുരയ്ക്ക് പുറത്താണ് മൂത്രമൊഴിക്കുന്നത്. പൊതുമുതൽ നശിപ്പിക്കുന്നതിനെതിരെ നാട്ടുകാരും സ്കൂളിലെത്തി പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തെന്മല. പത്തനാപുരത്ത് ദേശീയ ആരോഗ്യമേള സംഘടിപ്പിക്കുന്നു. കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷിന്റെ നേതൃത്വത്തിലാണ് മേള സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷിന്റെ ശ്രമഫലമായി പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് 16-ാം തീയതി ശനിയാഴ്ച രാവിലെ 8 മണി മുതൽ മെഗാ ആരോഗ്യമേള നടക്കും. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ, നെയ്യാറ്റിൻകര നിംസ് ഹോസ്പിറ്റൽ, തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റൽ, പാരിപ്പള്ളി ESI മെഡിക്കൽ കോളേജ്, കൊല്ലം ജില്ലാ ആശുപത്രി, സർക്കാർ അധീനതയിലുള്ള ഹോമിയോ, ആയുർവേദ, സിദ്ധ വിഭാഗങ്ങൾ തുടങ്ങി സംസ്ഥാനത്തെ 15ഓളം ആശുപത്രികളിലെ പ്രഗത്ഭരായ 50-ൽ പരം ഡോക്ടർമാർ ക്യാമ്പിൽ രോഗികൾക്ക് സൗജന്യ ചികിത്സയും മരുന്നും നൽകുന്നതാണ്. തിരുവനന്തപുരം ഗവൺമെന്റ് കണ്ണാശുപത്രി, അഹല്യ ഫൗണ്ടേഷൻ എന്നിവിടങ്ങളിലെ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ നേത്രപരിശോധനയും സൗജന്യ തിമിര ശസ്ത്രക്രിയയും നടക്കും. ഹൃദ്രോഗ വിഭാഗം, അസ്ഥിരോഗ വിഭാഗം, ക്യാൻസർ വിഭാഗം, ശിശുരോഗ വിഭാഗം, ENT, ഗൈനക്കോളജി, ജനറൽ മെഡിസിൻ എന്നീ വിഭാഗങ്ങളിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മെഗാ ക്യാമ്പിൽ ലഭ്യമാകും. മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും ചികിത്സാ ധനസഹായത്തിനുള്ള അപേക്ഷകൾ ആരോഗ്യമേളയിൽ കേന്ദ്രമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് നേരിട്ട് സ്വീകരിക്കുന്നതാണ്. നാഷണൽ സർവീസ് സ്കീം, NHRM എന്നിവർ ആരോഗ്യമേളയ്ക്ക് മേൽനോട്ടം വഹിക്കുമെന്ന് മെഡിക്കൽ ക്യാമ്പിന്റെ സംഘാടകരായ M ഷേഖ് ഫരീദും JM ഷൈജുവും അറിയിച്ചു. ദേശീയ മെഡിക്കൽ ക്യാമ്പിന്റെ വിജയത്തിനായി 101 അംഗ സംഘാടക സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്.
പ്രദീപ് ഗുരുകുലം, ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സച്ചാർ കമ്മിറ്റി ശുപാർശകൾ ഘട്ടങ്ങളിലായി നടപ്പിലാക്കുമെന്ന് കേന്ദ്ര തൊഴിൽ സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ്. കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ പത്തനാപുരം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാര്യറയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിന്നോക്ക സമുദായമായ മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് സച്ചാർ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്മേൽ മുസ്ലിം സമുദായത്തിനെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് ഘട്ടം ഘട്ടമായി പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് കേന്ദ്ര തൊഴിൽ സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ പത്തനാപുരം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാര്യറയിൽ നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മദ്രസ ഗ്രാന്റ്, വിവിധ സ്കോളർഷിപ്പുകൾ, ന്യൂനപക്ഷങ്ങൾക്കാവശ്യമായ മറ്റു പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ ക്രിയാത്മകമായ പങ്കാണ് കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കമാൽ പാഷ മുഖ്യ അതിഥിയായിരുന്നു. ജമാഅത്ത് ഫെഡറേഷൻ താലൂക്ക് പ്രസിഡന്റ് കുളത്തൂപ്പുഴ സലീം അധ്യക്ഷത വഹിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കടയ്ക്കൽ അബ്ദുൽ അസീസ് മൌലവി, ലജ്നത്തുൽ അലമീൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി തൊടിയൂർ മുഹമ്മദ് കുഞ്ഞു മൌലവി, ഏരൂർ ഷംസുദ്ദീൻ മദനി, മുഹമ്മദ് അമീൻ മൌലവി, അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ്, ആസാദ് റഹീം, എം എ അസീസ്, തലച്ചിറ ഷാജഹാൻ മൌലവി, മുഹമ്മദ് അസ്ലം, അബ്ദുൽ ഷുക്കൂർ മൌലവി, എം മസൂദ്, എം എം ഇസ്മയിൽ, തടിക്കാട് ഷിഹാബുദ്ദീൻ മദനി, എം എ ബഷീർ, എം ആർ ഹാഷിം, നവാസ് പത്തനാപുരം, വി എം സലീം, ഇടമൺ സലീം, മാഹിൻ ഇളമ്പൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ചടങ്ങിൽ താലൂക്കിലെ 100ഓളം വിദ്യാർത്ഥികൾക്ക് അവാർഡ് വിതരണവും യൂനുസ് കുഞ്ഞ് XMLA, അസീസിയ മെഡിക്കൽ കോളേജ് ചെയർമാൻ അബ്ദുൽ അസീസ്, സി മീര സാഹിബ് ലബ്ബ, ഡെപ്യൂട്ടി കളക്ടർ എച്ച് സലീം രാജ്, എം എ ആർ നസീർ, എച്ച് നാസറുദ്ദീൻ തുടങ്ങിയ വിശിഷ്ട വ്യക്തികളെ ആദരിക്കുകയും ചെയ്തു. എം ആർ അബൂബക്കർ സ്വാഗതവും കെ എ റഷീദ് റിപ്പോർട്ടും അഡ്വക്കേറ്റ് കാരിറ നസീർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സിസേറിയൻ നിരക്ക് കുറയ്ക്കുന്നതിനായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി ഒഴികെയുള്ളിടത്ത് ഫലപ്രാപ്തി. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ മുൻ മാസങ്ങളെ അപേക്ഷിച്ച് സിസേറിയൻ നിരക്കിൽ 17% വർധനവാണുണ്ടായത്. സിസേറിയൻ നിരക്ക് കുറയ്ക്കാനുള്ള ആരോഗ്യവകുപ്പ് ഉന്നതരുടെ നിർദ്ദേശം കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി ഒഴികെയുള്ള ജില്ലയിലെ സർക്കാർ ആശുപത്രികളിൽ ഫലം കണ്ടു. ജില്ലയിലെ സിസേറിയൻ ശരാശരി കഴിഞ്ഞ മാസം 49% കുറഞ്ഞു. സെപ്റ്റംബറിൽ 54% നിരക്ക്. എന്നാൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെ നിരക്ക് 67% വർദ്ധിച്ചു. സെപ്റ്റംബറിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ 60% സിസേറിയൻ നിരക്ക്. 35% സിസേറിയൻ നിരക്കാണ് അനുവദനീയം. കൊല്ലം വിക്ടോറിയ 31%, പുനലൂർ 30%, കരുനാഗപ്പള്ളി 41%, കടയ്ക്കൽ 39% എന്നിങ്ങനെയാണ് ഒക്ടോബറിലെ സിസേറിയൻ നിരക്ക്. മുൻ മാസങ്ങളിലെ സിസേറിയൻ നിരക്കുകളേക്കാൾ കുറവാണ് ഒക്ടോബർ മാസത്തിലുണ്ടായത്. നിരക്ക് കുറയ്ക്കാൻ ആരോഗ്യവകുപ്പ് അധികൃതർ നടത്തിയ ശ്രമം ഒരു പരിധിവരെ പ്രയോജനപ്പെട്ടു. ജില്ലയിൽ കഴിഞ്ഞ മാസം നടന്ന 1013 പ്രസവങ്ങളിൽ 494 എണ്ണം സിസേറിയനായിരുന്നു. ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിൽ 54% ആണ് സിസേറിയൻ നിരക്ക്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. നാളികേര വില കുതിച്ചുയരുന്നു. സാധാരണക്കാരന്റെ ബഡ്ജറ്റിൽ നിന്നും നാളികേരം അന്യമാകുന്നതിന്റെ സൂചനയാണിത്. വില താങ്ങാനാകാതെ സാധാരണ ജനങ്ങളുടെ അടുക്കള ബഡ്ജറ്റിന്റെ താളം തെറ്റുന്നു. നാടൻ തേങ്ങയ്ക്ക് 25 രൂപ വരെ വിലയുയർന്നു. വലുപ്പത്തിനനുസരിച്ചാണ് വില. നെയ്ത്തേങ്ങ വലുപ്പത്തിലുള്ളവയ്ക്ക് പോലും 12 രൂപ നൽകണം. ഓണത്തിനുശേഷം ഉയർന്ന വില അതേപടി തുടരുകയാണ്. ക്ഷാമത്തിനു പരിഹാരമായി തമിഴ്നാട്ടിൽ നിന്നും തേങ്ങ വരുന്നുണ്ടെങ്കിലും നാടൻ തേങ്ങയുടെ രുചി ഇതിനില്ലെന്ന് വീട്ടമ്മമാർ പറയുന്നു. ഇതിന് വലിപ്പവും കാമ്പുകട്ടിയും കുറവാണ്. കിലോയ്ക്ക് 30 മുതൽ 35 വരെയാണ് വില. 2 കിലോ വാങ്ങിയാൽ ചെറിയ തേങ്ങ 7 എണ്ണം മാത്രമേ ലഭിക്കൂ. തൃശൂരിൽ നിന്നും നാളികേരം എത്തിച്ചു വിൽപ്പന നടത്തുന്നവരും സജീവമാണ്. 16 മുതൽ 20 രൂപ വരെയാണ് ഇവർ വില ഈടാക്കുന്നത്. പക്ഷേ വലുപ്പത്തിന്റെ കാര്യത്തിൽ ഇവയും കൊല്ലത്തെ നാളികേരത്തിനു പിന്നിലാണ്.
ഗ്രാമീണ മേഖലയിൽ തെങ്ങ് കൃഷി കുറഞ്ഞതാണ് ഉൽപാദനത്തെ കാര്യമായി ബാധിച്ചതെന്ന് കർഷകർ പറയുന്നു. തേങ്ങയ്ക്ക് ഇപ്പോൾ കമ്പോളത്തിൽ വില വളരെ കൂടുതലാണ്. പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ റബ്ബറിന്റെ വർദ്ധിച്ച റബ്ബർ വന്നതിന് ശേഷമാണ് തെങ്ങിന് കൂടുതലായിട്ട് നാശം സംഭവിച്ചത്. മണ്ട ചെയ്യലും അങ്ങനെ തെങ്ങിന്റെ അസുഖങ്ങളെല്ലാം റബ്ബർ വന്നതിന് ശേഷമാണ് തെങ്ങിന് കൂടുതലായിട്ട് അസുഖങ്ങളൊക്കെ പിടിപെടുന്നത്. മാർക്കറ്റിൽ തേങ്ങയ്ക്ക് 25 രൂപ വരെ വിലയുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ 25 രൂപയ്ക്കും 20 രൂപയ്ക്കും മുകളിലാണ് വില. ഇടത്തരം തേങ്ങയ്ക്ക് വരെ 15 രൂപയ്ക്ക് മുകളിലാണ് വില. തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് തേങ്ങ വരുന്നുണ്ട്. എന്നാലും തമിഴ്നാട്ടിലെ തേങ്ങയെക്കാളും മികച്ചത് നമ്മുടെ കേരളത്തിലെ തേങ്ങ തന്നെയാണ്. തെക്കൻ ജില്ലകളിലെ തേങ്ങയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം. ഇതിന്റെ ഉൾക്കട്ടി വളരെയേറെ കൂടുതലായിരിക്കും തെക്കൻ ജില്ലകളിലെ തേങ്ങയ്ക്ക്. രോഗം വന്ന് തെങ്ങുകൾ നശിക്കുന്നതും മറ്റൊരു കാരണമാണ്. വെട്ടിമാറ്റിയ തെങ്ങുകൾക്ക് പകരം തൈകൾ നടുന്നുണ്ടെങ്കിലും അവയിൽ നിന്ന് കായ്ഫലം ലഭിച്ചു തുടങ്ങാൻ ഇനിയും കാലതാമസമെടുക്കും. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോകപ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിലിന് കലഞ്ഞൂർ വനമേഖലയിൽ ഉജ്ജ്വല സ്വീകരണം. വിദ്യാർത്ഥി സംഘടനത്തെ തുടർന്ന് 41 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം മടങ്ങിയെത്തിയ SFI നേതാവിന് അഞ്ചലിൽ സ്വീകരണം നൽകി. ദേശീയപാത പൊതുമരാമത്ത് റോഡുകളിൽ മിന്നൽ പരിശോധന. സച്ചാർ കമ്മിറ്റി ശുപാർശകൾ ഘട്ടം ഘട്ടമായി നടത്തുമെന്ന് കേന്ദ്ര തൊഴിൽ സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ്. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.